ഗൈസ്, എന്തൊക്കെയുണ്ട്? അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും സൈറ്റ് സീയിങ്, ടെമ്പിൾസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും രണ്ടുപേർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതെന്ന്. ഇത് വിയറ്റ്നാമിലെ നിൻബിൻ എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണിത്. നല്ല സ്ഥലമാണ്. ഇവിടെ പോകണമെങ്കിൽ നമ്മൾ ഹെനോയിൽ നിന്ന് ബസ് എടുത്ത് ഇവിടെ നിൻബിൻ കേവ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരണം. ഇവിടെ വന്നു കഴിഞ്ഞ് ഒരു ബാംബു ബോട്ട് റൈഡാണ്. അവിടെ എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് 3 തരം റൈഡുണ്ട്. അതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുന്നത് 3ആണ്. അതാണ് 2.5-3 മണിക്കൂറിൻ്റെ റൈഡ്. അതാകുമ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് കേവ് ഉണ്ട് 1000 മീറ്റേഴ്സിൻ്റെ. പിന്നെ 9 കേവ്സ്, എനിക്കൊന്നൊരു 6 ടെമ്പിൾസ്, ഗ്രോട്ടോസ് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ള റൈഡ് എന്നൊക്കെ പറഞ്ഞാൽ 1 അവർ അല്ലെങ്കിൽ 1.5 അവർ ഒക്കെ ഉള്ളതുണ്ട്. പക്ഷേ ഇതാണ് ഞങ്ങൾ 3 അവറിൻ്റെ എടുത്തത്. കാരണം കയാക്കിങ്ങും ഇഷ്ടമാണ്, ഇതേപോലെ കേവ്സൊക്കെ കാണാനും. നല്ല ചുറ്റും മൗണ്ടൻസിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ കയാക്ക് ചെയ്ത് പോകേണ്ടത്. നമ്മുടെ കൂടെ ഒരു പുള്ളിക്കാരി ഉണ്ട്, അവരുടെ വിയറ്റ്നാമീസ് തന്നെ ലോക്കലായിട്ടുള്ളൊരു പുള്ളിക്കാരി ഉണ്ട് പുറകിൽ കയാക്ക് ചെയ്യാനായിട്ട്. അവരാണ് മെയിൻലി ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 250,000 വിയറ്റ്നാം മണിയാണ്. നമ്മുടെ ഒരു 80-100 റുപ്പീസ് വരും. പിള്ളേർക്ക് ഹാഫ് ഫീസ് കൊടുക്കണം. നല്ല ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. തല ഇടിക്കും ഇടിച്ചില്ല എന്നുള്ള അതുപോലത്തെ പോക്കുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അത്രയും വർഷങ്ങളും കൊണ്ട് ഉണ്ടായ ലൈം സ്റ്റോൺ മിനറൽസ് ഒക്കെ ഡെപ്പോസിറ്റ് ആയ ഓരോരോ നിങ്ങൾക്ക് ഇതിനകത്തിൽ ഇങ്ങനെ ഇതുപോലെ കാണാം. പിന്നെ ഈ റൈഡ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഒരു സെൻറ്റർ ഇങ്ങനെ നമ്മൾ ഈ ഫീസൊക്കെ പേ ചെയ്യാനായിട്ട് പോകുന്ന സ്ഥലമുണ്ട്. അവിടെ ഫിഷ് ഫുഡ് വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിക്കാൻ ഒരിക്കലും മറക്കരുത്. പൈസ കൊടുത്ത് നമ്മളത് വാങ്ങിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കോഴിക്കാർപ്പിനെ ഫീഡ് ചെയ്യാം, നമുക്കതിനെ തൊടാം. എന്തോ രസമാണെന്നറിയാമോ എനിക്കത് വീഡിയോയിലൊന്നും എടുക്കാൻ പറ്റില്ല, കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് കാലിട്ട് ആ പോണ്ടിനകത്തിൽ ഇരിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. വെറും ഒരു അതൊക്കെ ഒരു നാച്ചുറൽ ലേക്കാണത്. അതിനകത്തിലാണ് ഈ കോഴിക്കാർപ്പൊക്കെ കിടക്കുന്നത്. എന്തോ സൈസാണെന്നറിയാമോ അതിൻ്റെയൊക്കെ. ഈ ട്രാങ്ക് ആൻഡ് ഗ്രോട്ടോസ് എന്ന് പറയുന്ന ഈ സ്ഥലം ശരിക്കും യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട്. ഇത് വിയറ്റ്നാമീസ് ഗവൺമെൻറ് തന്നെ ഇങ്ങനെ ആൾക്കാർക്ക് ലോക്കൽസിന് വേണ്ടി ജോലി കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ ലോക്കൽസ് ആണ് ഇവിടുത്തെ എംപ്ലോയീസ് ആയിട്ടുള്ളവർ. എല്ലാം നല്ല നമ്മൾ ഓർക്കും ഈ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ എങ്ങനെയാണ് അവർ തന്നെയാണ് കയാക്ക് ചെയ്യുന്നത്. നമുക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ തന്നെ കയാക്ക് ചെയ്ത ആ പാവ അമ്മച്ചി ഞങ്ങളെയൊക്കെ എങ്ങനെ ഉന്തിക്കൊണ്ടു പോകുമെന്ന് വിചാരിച്ച്. പക്ഷേ അവർക്ക് ഒരു കുഴപ്പമില്ല. നമുക്കൊക്കെ പകുതി ആകുമ്പോഴേ ഷോൾഡർ പെയിൻ ആയിട്ട് അവിടെ ഇരിക്കും. ഇവര് എത്രയോ ഒരു ദിവസം അവർ 4-5 റൈഡാണ് എടുക്കുന്നത്. 3 മണിക്കൂറാണെങ്കിൽ അല്ലെങ്കിൽ 1 മണിക്കൂർ അവർക്ക് കിട്ടുന്ന പോലെ ഇരിക്കും. കിട്ടുന്ന അവരുടെ ഒരാള് ഏത് ഇതാണോ പറയുന്നത് അതനുസരിച്ചാണ് അവർക്ക് റൈഡ് കിട്ടുന്നത്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ തലയൊന്നും ഇടിക്കത്തൊന്നുമില്ല കേട്ടോ. ഇടിച്ചു ഇങ്ങനെ പോകത്തേ ഉള്ളൂ. നമുക്ക് കാണുന്ന പോലെ ഭയങ്കര ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പിച്ച് ഡാർക്കായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ നല്ല രസമാണ്. അന്നേരം ഒരുമാതിരി സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പേടിപ്പിക്കുന്ന പോലൊക്കെ തോന്നും. പക്ഷേ ഒന്നുമില്ല, മാപ്പിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അവരൊരു ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഇങ്ങനെ ഓരോ ബോട്ടുകളിൽ ഇങ്ങനെ സെക്യൂരിറ്റി പോലെ ആൾക്കാർ ചെക്ക് ചെയ്യാൻ വരും. ഈ റൈഡ് നമ്പർ 3 എടുത്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഏറ്റവും ലോങ്ങസ്റ്റ് കേവ് ഉണ്ട് ഈ മൗണ്ടൻസിന്റെ ഇടയിൽ. ലൈംസ്റ്റോൺ മൗണ്ടൻ എന്നാണ് പറയുന്നത്. ഇത് ഫുള്ള് ലൈംസ്റ്റോൺ ആയി ഈ മൗണ്ടൻ മൊത്തം. അതിന്റെ ഇടയിൽ കൂടാണ് ഇത് നമ്മൾ കയാക്ക് ചെയ്ത് പോകുന്നത്. അതിന്റെ ഇടയിലാണ് ഈ നല്ല സീനറീസ് ഉള്ള വ്യൂ പോയിന്റുകളും ടെമ്പിൾസും കുറെ ആൾക്കാർ ഉണ്ടാക്കി വെച്ച് പണ്ടുണ്ടായിരുന്ന ഗ്രോട്ടോസ് ഒക്കെ ഉള്ളത്. 3 പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇതിൽ ലിങ്ക് ചെയ്തേക്കുന്ന. ഒരു ഫോറസ്റ്റ്, ലേക്ക്, പിന്നെ റിവർ. ഇതിന്റെ എല്ലാം നടുക്കുള്ളതാണ് ഈ ലൈംസ്റ്റോൺ മൗണ്ടൻ. നമ്മൾ ഈ ഒരു ലേക്കും കടന്ന് ഫോറസ്റ്റിനകത്തൂടെയും കടന്ന് ഇതെല്ലാം ഓരോ ഈ മൗണ്ടന്റെ ഇടയിലുള്ള കേവ്സിലൂടെയാണ് പോകുന്നത്. അതുപോലെ 9 കേവ്സ് ഉണ്ട്. അതിലെ 9 കേവിലും പോകണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ 3ാമത്തെ റൈഡ് എടുക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ല കൂടുതലുള്ള ടെമ്പിൾസും ഇതുപോലുള്ള ഗ്രോട്ടോസും ഒക്കെ ഇവിടാണ് നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. നല്ല സ്ഥലമാണ്. ചില ടെമ്പിളിലൊക്കെ എന്ന് പറഞ്ഞാൽ
ലോട്ടസ് ഒക്കെ വെറുതെ ഇങ്ങനെ പ്ലാന്റ് എന്ന് വെച്ചാൽ ഒരു ഏക്കർ പോലെ ഇങ്ങനെ ലോട്ടസ് ആണ് അവിടെ മൊത്തം. എന്ത് ഭംഗിയാണെന്നാണോ കാണാനായിട്ട്. ഏറ്റവും നല്ലത് ഓർക്കിഡ്സ് ഒക്കെ വെറുതെ മരത്തേൽ ഇങ്ങനെ വെറുതെ കിളിച്ചു വന്നേക്കും. അതിനല്ലേ അതിന് എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഞാനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അത് ഈ വല പോലത്തെ സാധനത്തിനകത്ത് കുറെ കോക്കനട്ട് ഹസ്കും അതും ഇതും എല്ലാം കൊണ്ട് ഇട്ട് വെച്ചാൽ ഇതൊക്കെ എങ്ങനെ കിളിക്കുന്നത് അല്ലേ. അതേപോലെയാണ് ബോൺസൈ ചെടികൾ. ഇവിടെ എവിടെ നോക്കിയാലും അത് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു, ബൈ.